ഇത് റീബ തോമസ്. ഏതാണ്ട് 20 വർഷം മുൻപാണ് ഈ ഊന്നുവടി റീബയുടെ ജീവിതത്തിന്റെ ഭാഗമായി തീർന്നത്. അന്ന് ഞാൻ കോഴിക്കോട് RECയിൽ 3ാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്നു. സെമസ്റ്റർ എക്സാമിന്റെ സമയത്ത് സാധാരണ പോലെ ഒരു പനി വന്നു. അത്ര കാര്യമാക്കിയില്ല. എന്നാൽ പിറ്റേ ദിവസം എഴുന്നേറ്റപ്പോൾ പെട്ടെന്ന് ഞാൻ വീണു. കാലിനൊരു പ്രയാസം ഉണ്ടെന്ന് മനസ്സിലാക്കി ഫ്രണ്ട്സും ലോക്കൽ ഗാർഡിയനും കൂടെ കൂട്ടി എന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു. കാഷ്വാലിറ്റിയിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ തന്നെ ഞാൻ തീരെ നടക്കാൻ വയ്യാത്ത അവസ്ഥയിലെത്തി. ഡോക്ടേഴ്സിൻ്റെ മുഖഭാവം കണ്ടപ്പോൾ തന്നെ കാര്യമായി എന്തോ ബാധിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ഒരു അത്ഭുതകാരം എൻ്റെ കൂടെയുണ്ട്, ധൈര്യപ്പെടുത്തുന്ന ഒരു സ്വരം എനിക്ക് കേൾക്കാമെന്നായി. ഞാൻ ഡോക്ടേഴ്സിനോട് തന്നെ പറഞ്ഞു, എന്താണെങ്കിലും എന്നോട് പറയാൻ ഞാൻ ഉൾക്കൊള്ളാൻ തയ്യാറാണ്. കുറച്ച് പരിശോധനകൾക്ക് ശേഷം അവരോട് പറഞ്ഞു, അരയ്ക്ക് താഴെയുള്ള ഭാഗം പൂർണ്ണമായിട്ടും തളർന്നു കഴിഞ്ഞു, മുകളിലേക്ക് കയറാതെ ഞങ്ങൾ ശ്രമിക്കാം, എന്ത് ബുദ്ധിമുട്ട് വന്നാലും അപ്പോൾ തന്നെ പറയണം, ഞങ്ങൾക്ക് അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് എനിക്കൊരു വാർണിംഗും തന്നിരുന്നു. അന്ന് രാത്രിയിൽ ഞാൻ ബെഡിൽ കിടക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ ഇടത് കൈക്കൊരു ക്ഷീണം പോലെ തോന്നി. അത് എനിക്ക് ഉൾക്കൊള്ളാവുന്നതിനപ്പുറം തന്നെ സങ്കടത്തോടെ പ്രാർത്ഥിച്ചു, ദൈവം എൻ്റെ കൈകൾ എനിക്ക് തിരിച്ചു തരണമെന്ന്. ദൈവം എനിക്ക് എൻ്റെ കൈകൾ തിരിച്ചു തന്നു. എൻ്റെ അടുത്ത് വെച്ചിരുന്ന ഡയറിയിൽ ഞാൻ ലോർഡ് ഗേവ് മൈ ഹാൻഡ്സ് ബാക്ക് എന്ന് ഞാൻ എഴുതി വെക്കുകയും ചെയ്തു. വളരെ ചെറിയ പ്രായത്തിലുള്ള ശരീരത്തെ ബാധിച്ച ബലഹീനത മനസ്സിനെയും ബാധിക്കുവാൻ ദൈവം ഒരിക്കലും അനുവദിച്ചില്ല. ഈ ഒരു പ്രയാസത്തെ വളരെ ലാഘവത്തോടെ കാണുവാൻ ദൈവം എന്നെ സഹായിച്ചു. ഇതെൻ്റെ വ്യക്തിപരമായ കഴിവോ മാനസിക ബലമോ അല്ല, ദൈവത്തിൻ്റെ അമിതമായ കൃപയാണ്. അന്ന് ഞാൻ ഹോസ്പിറ്റലായിരുന്ന സമയത്ത് എൻ്റെ ഡയഗ്നോസിസിൻ്റെ ഭാഗമായി ഒരു സ്കാനിങ്ങിന് വിധേയമാകേണ്ടി വന്നു. അത് എന്നെ സംബന്ധിച്ചോളം വളരെ വേദനാജനകമായ ഒരു അനുഭവമായിരുന്നു. സ്കാനിങ് ചെയ്യുമ്പോൾ അത് വളരെ ക്ലിയർ ആകുന്നതിനായിട്ട് ഒരു ഡൈ നട്ടലിൽ കയറ്റിയതിന് ശേഷം മാത്രമേ അത് ചെയ്യുവാൻ പാടുള്ളായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടോ ഒരു വിദഗ്ധനായ ഡോക്ടറാണ് ആ ഡൈ കയറ്റുവാൻ ശ്രമിച്ചതെങ്കിലും അത് അദ്ദേഹത്തിന് ചെയ്യുവാൻ സാധിച്ചില്ല. 10-60 പ്രാവശ്യത്തോളം എൻ്റെ നട്ടലിൽ അവർ സൂചി കുത്തി കയറ്റുവാൻ ശ്രമിച്ചു. പക്ഷേ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും അത് നട്ടലിൻ്റെ ആ ഗ്യാപ്പിൽ കയറുന്നതിന് പകരം എല്ലയിലേക്ക് തുളച്ച് കയറുകയായിരുന്നു. പിന്നെ സി പോലെ വളച്ച് പല പ്രാവശ്യം ശ്രമിച്ചെങ്കിലും ആ ഡോക്ടർക്ക് എന്തുകൊണ്ടോ ചെയ്യുവാൻ സാധിച്ചില്ല. ഓരോ പ്രാവശ്യവും നട്ടലിൻ്റെ ആ ഓരോ എല്ലിലിങ്ങനെ കൊള്ളുമ്പോൾ തല മുതൽ കാല് വരെ എനിക്ക് വേദനിക്കുമായിരുന്നു. പിന്നെ ആ ഡോക്ടർ വളരെ നിസ്സഹായനായ ശേഷം മറ്റൊരു ഡോക്ടർ 10-15 പ്രാവശ്യം ട്രൈ ചെയ്തിട്ടാണ് ആ മരുന്ന് കയറ്റുവാനായിട്ട് സാധിച്ചത്. അത്രയ്ക്ക് പെയിൻഫുള്ളായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്നെ സംബന്ധിച്ചോളം അത്. ഈ രണ്ടാമത്തെ ഡോക്ടർ എന്നെ കുത്തിവെക്കാനായി ട്രൈ ചെയ്യുമ്പോൾ അത് സക്സസ് ആകുമെന്ന് ഉറപ്പില്ലാത്തത് കൊണ്ട് അവർ മരുന്ന് പോലും പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നില്ല. ആ മരുന്ന് ഒരു ലിക്വിഡ് ആൻഡ് ഒരു പൗഡർ ഫോമിലാണ്. അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം ഇത് കയറ്റുവാനായിട്ട്. അപ്പോൾ ഉറപ്പില്ലാത്തത് കാരണം അവരത് മിക്സ് ചെയ്ത് വെച്ചിരുന്നില്ല. പല ട്രയൽ എടുത്തപ്പോൾ എനിക്ക് എൻ്റെ നട്ടലിലേക്ക് സൂചി കയറ്റുവാൻ അവർക്ക് സാധിച്ചു. അങ്ങനെ ആയപ്പോൾ എന്നോട് പറഞ്ഞു, അനങ്ങാതെ അവിടെ അങ്ങനെ ഇരുന്നു കൊള്ളണം, മരുന്ന് എടുത്തുകൊണ്ട് വരട്ടെ എന്ന്. അതിന് 1 മിനിറ്റ് നീളമേ അതിനുണ്ടായിരുന്നുവെങ്കിലും 1 വർഷം നീളുന്നതുപോലെ എനിക്ക് തോന്നി. അങ്ങനെ ആ ഒരു അവസ്ഥയിൽ, സി പോലെ വളഞ്ഞ അവസ്ഥയിൽ നട്ടലിൽ കട്ടിയേറിയ ഒരു സൂചിയുമായി അങ്ങനെ ഇരിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഇന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് ഇമാജിൻ ചെയ്യാൻ പോലും വയ്യാത്തൊരു കാര്യമാണ്. അത്രയേറെ. പക്ഷേ ആ വേദനയൊക്കെ സഹിക്കുവാൻ ദൈവം എനിക്ക് അന്ന് ശക്തി നേടി. ഇന്ന് ആലോചിക്കുമ്പോൾ അതിൻ്റെ ഒരു അംശം പോലും എനിക്ക് സഹിക്കുവാനുള്ള ശേഷിയില്ല. അപ്പം ഞാൻ ചിന്തിക്കുകയായിരുന്നു, അങ്ങനെയാണെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന യേശു കർത്താവ് നമ്മൾക്ക് വേണ്ടി ആ ക്രൂസിൽ മരിച്ച
ആ ക്രൂസിൽ അനുഭവിച്ച ആ പ്രയാസം, അല്ലെങ്കിൽ ആ ക്രൂസിൻ്റെ ആ മുറിവിൽ കൂടെയൊക്കെ ഓരോ പ്രാവശ്യം ഉണ്ടായ വേദന ഞാൻ അനുഭവിച്ചതിനേക്കാൾ എത്രയോ അധികമാണ്. അതിൻ്റെ ഒരു അംശം അനുഭവിക്കാൻ ദൈവം എനിക്കും ഒരു അവസരം തന്നു എന്ന് ഞാൻ അതിനെ കരുതുന്നു. ഏതൊരു മനുഷ്യനും ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും ആപത്തുകളും വഹിക്കാൻ പാടില്ല എന്ന് തോന്നുന്ന പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാം. സാധാരണ മനുഷ്യർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ തളർന്ന് ഒന്നും ചെയ്യാതെ ഒതുങ്ങി കഴിയുന്ന ഒരു ജീവിതം അവലംബിക്കാറുണ്ട്. എന്നാൽ റീബയെ സംബന്ധിച്ച് പറയുമ്പോൾ അങ്ങനെയല്ല. സാധാരണ ഇങ്ങനെ രോഗം ഒന്നും വന്നില്ല എന്ന് ഉള്ള ഒരു മുഖപ്രസരിപ്പോടുകൂടെ ഇവയെല്ലാം നേരിടുന്നതിനും അതിജീവിക്കുന്നതിനും സാധിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ഏതൊരു മനുഷ്യർക്കും അനുകരണീയമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വരുമ്പോൾ പതറി പിൻപോട്ട് പോകേണ്ട ആവശ്യമില്ല. ദൈവം കൂടെ ഇരിക്കും എന്നുള്ള ഉത്തമവിശ്വാസത്തോണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഇവയൊക്കെ നേരിടുവാൻ സാധിക്കുമെന്നുള്ളതിന് ഒരു ഉത്തമ മാതൃകയാണ്. എൻ്റെ ജീവിതത്തിൽ ദൈവം എന്നോട് ക്രൂരത ചെയ്തു എന്ന് ഞാൻ കരുതുന്നതേയില്ല. എൻ്റെ ശക്തി എന്നിൽ വസിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ ബലം, എൻ്റെ ബലഹീനതയിൽ അവൻ്റെ ശക്തി പൂർണ്ണമാകുന്നത് ഞാൻ എന്നും അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു.